സോ നോക്കിയാൽ അതിന്റെ താഴെ എനിക്ക് സെലക്ട് റിക്വസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നോക്കിയാൽ വൈ ദിസ് ആൻസർ ഈസ് കറക്റ്റ്, അതായത് ഈ ആൻസർ എന്തുകൊണ്ട് കറക്റ്റ് ആകുന്നു എന്നുള്ള റാഷണൽ നമ്മളിവിടെ കൊടുക്കാം. PSC ആൻസർ കീയിൽ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനും ആധാരമായിട്ട് വരുന്ന നമ്മുടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ കെ പാർക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് 10th എഡിഷൻ കേട്ടോ. 10th എഡിഷൻ പിയേഴ്സൺ പബ്ലിഷർ കേട്ടോ. ഈ ബുക്കാണ് ഇതിന്റെ റെഫറൻസ് ആയിട്ട് വരിക. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജുസ് അക്കാഡമി. സോ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ പാം അതുപോലെ ഹോമിയോനസ് എക്സാമിനേഷന്റെ പ്രൊവിഷണൽ ആൻസർ കീ നമ്മുടെ കേരള PSC പബ്ലിഷ് ചെയ്തിരുന്നു. സോ അതിൽ കുറച്ച് മിസ്റ്റേക്സ് ശരിക്കും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രൊവിഷണൽ ആൻസർ കീയിൽ കുറച്ച് മിസ്റ്റേക്സ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സോ നമുക്കത് എങ്ങനെ ചലഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതായത് ഈ എക്സാം എഴുതിയവർ നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ശ്രദ്ധയോടെ കേൾക്കാം. അതിന്റെ പ്രൊസീജിയർ എന്താണ്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഈ പ്രൊഫഷണൽ ആൻസറിൽ വേറെയും ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ആദ്യം അതിന്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ കേരള PSCയുടെ പ്രൊഫൈലിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. സോ ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ നോക്കി ഇതുപോലെ അല്ലെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ, റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അതിലുണ്ടാവും. സോ ആ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോക്കി അതിനുശേഷം ഒരു വിൻഡോ, ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ നോക്കി റൈസ് എ ന്യൂ റിക്വസ്റ്റ് അല്ലെ, ഈ കാണുന്ന പോലെ റൈസ് എ ന്യൂ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ നോക്കി അതിന്റെ താഴെ എനിക്ക് സെലക്ട് റിക്വസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്ന പോലെ ഇത്രയും ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് അതിൽ ഓപ്പൺ ആയി വരിക കേട്ടോ. അപ്പൊ അത് നോക്കി ഈ ഒരു ഓപ്ഷൻ, അതായത് ആൻസർ കീ കംപ്ലൈന്റ്, ആൻസർ കീ കംപ്ലൈന്റ് OMR ബാർ ഓൺലൈൻ. അപ്പൊ ഈ ഒരു ആൻസർ കീ കംപ്ലൈന്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനും കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോക്കിയാൽ പിന്നെ ഓപ്പൺ ആയി വരുന്ന വിൻഡോ ഇതുപോലെയാണ്. അതിൽ നോക്കി ഈ ഫയൽ എ കംപ്ലൈന്റ് അല്ലെ, ഫയൽ എ കംപ്ലൈന്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എഴുതിയ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഇതുപോലെ ഓപ്പൺ ആയി വരും. അപ്പൊ അതിൽ നോക്കി ഈ കാണുന്ന പോലെ ഡേറ്റ് ഓഫ് എക്സാം 8th May അല്ലെ, 8th May 2026 OMR എക്സാം. അതുപോലെ തന്നെ നെയിം ഓഫ് പോസ്റ്റ് midwife/nurse grade 2. പിന്നെ കീ പബ്ലിഷ് ഡേറ്റ് അതായത് 11th May 2026. പിന്നെ സബ്മിറ്റ് കംപ്ലൈന്റ്സ് ബൈ, അതായത് നമുക്ക് ഈ മെയ് മാസം 16 വരെ അല്ലെങ്കിൽ 16-നുള്ളിൽ നമുക്ക് കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ നോക്കി ക്വസ്റ്റ്യൻ മീഡിയം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നോക്കി അപ്പം ക്വസ്റ്റ്യൻ മീഡിയം ഇംഗ്ലീഷ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ മീൻസ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. ആൻസർ കീ വരും. പിന്നെ നോക്കി ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ആസ് പെർ A കോഡ് കേട്ടോ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ A കോഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ വേണം നമ്മൾ ഇവിടെ കൊടുക്കാനായിട്ട്. അതുകൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അതും കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ സേവ് ചെയ്ത് പോവാം. നെക്സ്റ്റ് നോക്കി കംപ്ലൈന്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. നമുക്ക് അതിൽ നമ്മുടെ ടൈപ്പ് ഓഫ് കംപ്ലൈന്റ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ നോക്കി യൂഷ്വലി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നിങ്ങൾക്ക്, അതായത് ഓരോ ക്വസ്റ്റ്യൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കംപ്ലൈന്റ് ടൈപ്പ് നമുക്ക് കൊടുക്കാം. അപ്പൊ യൂഷ്വലി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ആൻസർ ഗിവൺ ഇൻ ദ പ്രൊവിഷണൽ കീ ഈസ് റോങ് അല്ലെ, പ്രൊവിഷണൽ കീയിൽ തന്നിരിക്കുന്ന ആൻസർ റോങ് ആണ്. അതുപോലെയുള്ള ഏതാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരിക അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നോക്കി ആൻസർ ആസ് പെർ പ്രൊവിഷണൽ കീ അല്ലെ, പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ആൻസർ എന്താണെന്ന് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അത് നോക്കി നെക്സ്റ്റ് സെലക്ട് പ്രപ്പോസ്ഡ് കറക്റ്റ് ആൻസർ, നമ്മൾ ഏത് ആൻസർ ആണ് കറക്റ്റ് ആണെന്ന് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നോക്കി വൈ ദിസ് ആൻസർ ഈസ് കറക്റ്റ്, അതായത് ഈ ആൻസർ എന്തുകൊണ്ട് കറക്റ്റ് ആകുന്നു എന്നുള്ള റാഷണൽ നമ്മൾ ഇവിടെ കൊടുക്കുക. പിന്നെ അതിന്റെ ബുക്ക് റെഫറൻസ് കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ്, ബുക്കിന്റെ ടൈറ്റിൽ, ഓതർ, പബ്ലിഷർ, എഡിഷൻ, പേജ് നമ്പർ. പിന്നെ അതുകൂടാതെ ആ ഒരു പേജിന്റെ ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഒബ്ജക്ഷൻസ് റേസ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പൊ അതില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A അല്ലെ, ആൽഫ കോഡ് എയില് ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കിയാൽ വിച്ച് കളർ പ്ലാസ്റ്റിക് ബാഗ് ഈസ് യൂസ് ഫോർ സെഗ്രിഗേഷൻ ഓഫ് ഇൻസിനറേഷൻ വേസ്റ്റ് അല്ലെ, ഇൻസിനറേഷൻ വേസ്റ്റില് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗിന്റെ കളർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് എനിക്കൊന്ന് PSCയുടെ ആൻസർ കീ വന്നത് ഓപ്ഷൻ സി അല്ലെ, ഓപ്ഷൻ സി ബ്ലാക്ക് എന്ന് പറഞ്ഞായിരുന്നു ആൻസർ കീ വന്നത്. പക്ഷെ ആ ആൻസർ കീ തെറ്റാണ് കേട്ടോ, ആൻസർ തെറ്റാണ്. എന്താണ് കറക്റ്റ് ആൻസർ വരിക, ഓപ്ഷൻ ബി യെല്ലോ അല്ലെ, ഓപ്ഷൻ ബി യെല്ലോ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് അതിന്റെ റെഫറൻസ് നോക്കാം കേട്ടോ. അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, യെല്ലോ ആണ് ശരിക്ക് വരേണ്ടത്. ഓപ്ഷൻ ബി യെല്ലോ ആണ് വരേണ്ടത്. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു ആൻസർ എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ കെ പാർക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ അല്ലെ, കെ പാർക്ക് ടെക്സ്റ്റ് ബുക്ക് ഓഫ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ 28th എഡിഷൻ ആണ്, ബാനോൻ പബ്ലിഷേഴ്സ് ആണ് കേട്ടോ. അപ്പം PSCയുടെ ആൻസർ സി ആണ് തന്നിരിക്കുന്നത്, പക്ഷേ ആൻസർ ബി ആണ് കറക്റ്റ് ആയിട്ട് വരിക. അതിന്റെ നോക്കിയ പേജ് നമ്പർ 935 അല്ലെ, 935 പേജ് നമ്പറിലാണ് അതിന്റെ ആൻസർ വരിക. നോക്കി ഈ ഒരു ടേബിൾ, ഈ ഒരു പേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതായത് നോക്കി ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് എവിടെയാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുക, യെല്ലോ കളേർഡ്
പ്ലാസ്റ്റിക് ബാഗിലാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുക. അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് ഇൻസിനറേഷൻ അല്ലെ, ഇൻസിനറേഷൻ ആണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരിക. അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 66 കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 66. OPV ഷുഡ് ബി സ്റ്റോർഡ് അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് കേട്ടോ, ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ആൻസർ കീ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ അല്ലെ, കേരള PSC ആൻസർ കീ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ 2 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി -20 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പക്ഷേ PSC ആൻസർ കീ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനും ആധാരമായിട്ട് വരുന്ന നമ്മുടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ കെ പാർക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അത് നോക്കി നമ്മള് പേജ് നമ്പർ കേട്ടോ, പേജ് നമ്പർ 119 അല്ലെ, 119 നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. നോക്കിയേ, -20 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ OPV ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്ന്. സോറി, നമുക്ക് പേജ് നമ്പർ 119 അല്ല കേട്ടോ, പേജ് നമ്പർ നോക്കി 249 ആണ്. പേജ് നമ്പർ 249 ആണ്. പേജ് നമ്പർ 249 ആണ് കേട്ടോ. പേജ് നമ്പർ 249 നോക്കുമ്പോഴത്തേക്ക് അവിടെ ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ -20 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ പേജ് നമ്പർ നോക്കി 249 ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഫൈൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നോക്കി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് നമ്മൾ ശരിക്കും അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 51 അല്ലെ, എന്താ റോൾ ഓഫ് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് നഴ്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് കേട്ടോ. അതായത് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് നഴ്സിന്റെ റോള് നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് PSC ആൻസർ തന്നിരിക്കുന്നത് എക്സ്റ്റെൻഡഡ് റോൾ എന്നുള്ളതാണ്. എന്താണ് എക്സ്റ്റെൻഡഡ് റോൾ? പക്ഷെ ശരിക്കും അതിന്റെ ആൻസർ വരുന്നത് എന്താണ്? എക്സ്പാൻഡഡ് റോൾ അല്ലെ. ഓപ്ഷൻ ഡി എക്സ്പാൻഡഡ് റോൾ ആണ് വരിക. പക്ഷെ ഇതിന് വേറൊരു കാര്യമുള്ളത്, ഇത് നമുക്ക് കുറച്ച് ലോജിക്കലി ചിന്തിച്ചെടുക്കേണ്ട ഒരു ആൻസർ ആണ്. അതായത് ഇതേപടി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ശരിക്കും അവൈലബിൾ അല്ല. അപ്പൊ നോക്കി ഇതിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, എക്സ്റ്റെൻഡഡ് റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പ്രൈമറി അത് നമ്മുടെ ജോലിയല്ല, വേറെ ഒരു പ്രൊഫഷനിലുള്ള ആൾക്കാർ ചെയ്യുന്ന ജോലിയാണ്. പക്ഷെ നമുക്കത് ചെയ്യാം. ലൈക്ക് നോക്കിയേ, ഇപ്പൊ നമ്മൾ ലൈക്ക് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ജോലി നമുക്ക് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഡയറ്റീഷ്യന്റെ ജോലി നമുക്ക് ചെയ്യാം അല്ലെ. അതൊക്കെ നമുക്ക് എന്താണ് എക്സ്റ്റെൻഡഡ് റോൾ ആയിട്ട് വരികയാണ്. പക്ഷെ ഇവിടെ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് നഴ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു നേഴ്സ് ആണ്. പക്ഷെ പുള്ളിക്കാരന്റെ ജോബ് സെറ്റിംഗ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് ആണ് അല്ലെ. അപ്പൊ അതെന്താണ്, അത് ശരിക്കും പറയുന്നത് ഒരു എക്സ്പാൻഡഡ് റോൾ ആയിട്ടാണ് വരിക കേട്ടോ. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ അതിന് നോക്കി അതിന് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതിന്റെ റെഫറൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം അതിൽ ആസ് സച്ച് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് റെഫറൻസ് കിട്ടിയിട്ടില്ല എങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലോജിക്ക് വെച്ചാണ് ആൻസർ വരിക. അപ്പൊ കോസിയർ ആൻഡ് എറർ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗ് അല്ലെ, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 10th എഡിഷൻ കേട്ടോ, 10th എഡിഷൻ പിയേഴ്സൺ പബ്ലിഷ് കേട്ടോ. ഈ ബുക്കാണ് ഇതിന്റെ റെഫറൻസ് ആയിട്ട് വരിക. അതിൽ ബേസിക്കലി നോക്കിയാൽ പറഞ്ഞിട്ടുള്ളത് എക്സ്പാൻഡഡ് കരിയർ റോൾ കേട്ടോ. എക്സ്പാൻഡഡ് കരിയർ റോൾ ഓഫ് നഴ്സിലാണ് നോക്കിയാൽ ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ്, നഴ്സ് മിഡ് വൈഫ്, നഴ്സ് എഡ്യൂക്കേറ്റർ, നഴ്സ് റിസർച്ചർ, നഴ്സ് അനസ്തെറ്റിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് റെഫറൻസ് ആയിട്ട് ഇവിടെ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള കേട്ടോ, പേജ് നമ്പർ 16 ആണ്, കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള റെഫറൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും കോട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് ആൻസർ കറക്റ്റ് ആയിട്ട് ഇതാട്ടോ വരിക. നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓസ്മോട്ടിക് ലാക്സേറ്റീവ് കേട്ടോ. ഓസ്മോട്ടിക് ലാക്സേറ്റീവ് ഏതാണ് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാവേ. ഓസ്മോട്ടിക് ലാക്സേറ്റീവ് ഏതാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കേട്ടോ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. PSC ആൻസർ കീ നോക്കി ഓപ്ഷൻ എ അല്ലെ. ഓപ്ഷൻ എ ആണ് PSC ആൻസർ കീ തന്നിരിക്കുന്നത്. ഗ്ലിസറിൻ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഗ്ലിസറിൻ അല്ല, കൃത്യമായിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അതായത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ അതിനുവേണ്ടി അല്ലെങ്കിൽ അതിന് ആധാരമായിട്ടുള്ള റെഫറൻസ് എന്ന് പറയുന്നത് നോക്കി എസെൻഷ്യൽസ് ഓഫ് മെഡിക്കൽ ഫാർമക്കോളജി കേട്ടോ. അതായത് KD ത്രിപാഠിയുടെ എസെൻഷ്യൽസ് ഓഫ് മെഡിക്കൽ ഫാർമക്കോളജി 8th എഡിഷൻ കേട്ടോ. JP പബ്ലിഷേഴ്സിന്റെ 8th എഡിഷൻ എസെൻഷ്യൽസ് ഓഫ് മെഡിക്കൽ ഫാർമക്കോളജിയിൽ ഇതേപടി തന്നെ പറയുന്നുണ്ട്. നോക്കി ഈ കാണുന്ന ഓസ്മോട്ടിക് അല്ലെ, നോക്കി ഓസ്മോട്ടിക് ലാക്സേറ്റീവ് കേട്ടോ. ഓസ്മോട്ടിക് ലാക്സേറ്റീവ് ആയിട്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് വരുന്നുണ്ട്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് വരുന്നുണ്ട്. ചാപ്റ്റർ 49 ആണ്, പേജ് നമ്പർ 721 ആണ്. അപ്പൊ ഈ റെഫറൻസ് നമുക്ക് പക്ക അതിന് കൊടുക്കാനായിട്ട് കഴിയും. ഇത് ഉറപ്പായിട്ട് PSC കൺസിഡർ ചെയ്യും കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ ഈ ഹോമിയോ നഴ്സിന്റെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആൻസർ കീഴിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഈ ഒരു അവസരം കേട്ടോ, നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയവർ എല്ലാവരും നിർബന്ധമായിട്ട്, മിസ്റ്റേക്ക് പറ്റിയുള്ള എല്ലാവരും നിർബന്ധമായിട്ട് ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യുക. സോ ദാറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ PSC എപ്പോഴും കൺസിഡർ ചെയ്യുക. 1-2 പേര് ചലഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കാണ് PSC യൂഷ്വലി അത് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യുക. സോ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.